എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് വെച്ചിട്ടുള്ള പോക്കറ്റ് റോളിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഈ സവാള നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം അളവുകൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് ആ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കറിമസാലപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ഇതിൽ കിടന്നൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബീഫ് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. അതൊന്ന് മിക്സിയിലെടുത്ത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് ഈ മസാലയിൽ ഇത് നന്നായിട്ട് പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 8 പീസോളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ആവശ്യം വരും. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ഇതിലേക്ക് തന്നെ ആവശ്യമുണ്ട്. നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് 3 മുട്ട വേണം. ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൈഡ് പീസ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 പീസ് എടുക്കണം. ഈ 2 പീസ് ഒരുമിച്ച് കൂട്ടി എടുത്തിട്ട് മുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മളുടെ ഈ ബ്രെഡ് പൊടിയിൽ മുക്കിയെടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കണം. ഇതെല്ലാ ഭാഗത്തേക്കും ആക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചൂടായ ഓയിലിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 ഭാഗവും നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ഇനി നമുക്ക് ഈ ബ്രെഡിനകത്തേക്ക് ഈ മസാലക്കൂട്ട് നിറക്കണം. അപ്പോൾ അതിനായിട്ട് ഓരോ ബ്രെഡും എടുത്ത് ഇതിൻ്റെ ആ നടുഭാഗം ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളിലേക്കാണ് നമ്മൾ മസാല നിറച്ചെടുക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നമ്മളുടെ ഈ മസാലക്കൂട്ട് കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം മസാല ഇതിലേക്ക് നിറച്ച് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെച്ചിട്ടുള്ള പോക്കറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ റംലാനൊക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം കൂട്ട്.